സ്കൂളിലെ കട്ട ചങ്സ് ആയിരുന്നു ഹേമന്ത്, ഹൃതിക്, സാംസൺ, ലോകേഷ്, ഹണിദുബെ എന്ന 5 സുഹൃത്തുക്കൾ. ഇവർ എല്ലാ കാര്യവും ഒന്നിച്ചായിരുന്നു ചെയ്തിരുന്നത്, ഒന്നിച്ചായിരുന്നു സ്കൂളിലെ ക്യാൻറ്റീനിൽ പോയിരുന്നത്, ഒന്നിച്ചായിരുന്നു ഇന്റർവെൽ സമയത്ത് പുറത്തിറങ്ങിയിരുന്നത്, ഒന്നിച്ചായിരുന്നു അവർ പഠിച്ചിരുന്നത് എന്ന് വേണ്ട ഹോംവർക്ക് പോലും ഈ 5 പേരും ഒന്നിച്ചായിരുന്നു ചെയ്തിരുന്നത്. അത്രയേറെ തിക് ഫ്രണ്ട്സ് ആയിരുന്നു ഈ 5 കൂട്ടുകാർ. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കൂട്ടുകാരൊക്കെ പലപ്പോഴും ചിലപ്പോൾ ഉണ്ടായിട്ടിരിക്കാം. ഏതായാലും ഈ 5 കൂട്ടുകാർ വലിയ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇവർ ടൂർ പോകാൻ തീരുമാനിച്ചു. അവരുടെ പ്രദേശത്തിന് തൊട്ടടുത്ത ഒരു പ്രദേശത്തേക്ക് ഈ 5 അംഗ സംഘം ടൂർ പോകാൻ തീരുമാനിച്ചു. കൗമാരക്കാരായ കുട്ടികൾക്ക് സ്വന്തമായി വാഹനമില്ലായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിലെ 2 പേർക്ക് വാഹനമുണ്ടായിരുന്നു. അവർ ആ വാഹനത്തിലായിരുന്നു എല്ലാ സമയവും ഉണ്ടായിരുന്നത്. സ്കൂൾ വിട്ടാൽ അതിലാണ് വരിക, സ്കൂളിലേക്ക് പോകുന്നത് അതിലാണ്, മാർക്കറ്റിലേക്ക് പോകുന്നത് അതിലാണ് എന്ന് വേണ്ട സകല കാര്യവും അവർ ആ വാഹനം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റു 3 പേർക്കും വാഹനങ്ങളില്ല. അങ്ങനെ ഈ 2 കൂട്ടുകാർ ആ 3 കൂട്ടുകാരെയും വളരെ വലിയ രീതിയിൽ നിർബന്ധിക്കുകയാണ്. നിങ്ങൾ 3 പേരും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമെങ്കിലും വാങ്ങണം. ഇത്രയും പ്രായമായിട്ടും 10-18 വയസ്സായിട്ടും നിങ്ങൾക്കൊരു വാഹനം സ്വന്തമായി ഇല്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ്. കൂട്ടുകാരാലോചിച്ചപ്പോൾ ശരിയാണ്, 10-18 വയസ്സായല്ലോ, ലൈസൻസ് എടുക്കാനൊക്കെ പ്രായമായി, ഇനി ഒരു വാഹനമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നാണക്കേട് തന്നെയാണ്. എന്തായാലും 3 പേരും വീട്ടിൽ കാര്യം പറഞ്ഞു. അതിൽ 2 പേരുടെ മാതാപിതാക്കൾ ഈ ആവശ്യം നിരസിച്ചു. അവർ പറഞ്ഞത് ഇപ്പോൾ വാഹനം എടുക്കാനുള്ള സമയമില്ലെന്നും അതിനുള്ള പണമില്ലെന്നും എന്നായിരുന്നു. പക്ഷേ ഒരാളുടെ മാതാപിതാക്കൾ അവന്റെ വാഹനം എന്ന ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരായ മാതാപിതാക്കളായിരുന്നു ഹേമന്തിന്റേത്. ഹേമന്തിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകന് വാഹനം വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ മകനോട് പറഞ്ഞു, മോനെ ഞാനും വരുന്നുണ്ട് കൂടെ, വാഹനം നമുക്ക് 2 പേർക്കും ഒന്നിച്ചു പോയിട്ട് വാങ്ങാം, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മതിയല്ലോ. അപ്പൊ മകൻ പറഞ്ഞു ശരി, സെക്കൻഡ് ഹാൻഡ് എങ്കിൽ സെക്കൻഡ് ഹാൻഡ് അതെങ്കിലും ആവുമല്ലോ എന്ന സമാധാനത്തിൽ അവൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഒരു കാര്യത്തെ എതിർത്തു. അച്ഛൻ കൂടെ വരണ്ട, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് വാഹനം എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു ശരിയാണ്, അതേപോലെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, 10-18 വയസ്സായില്ല, അവന്റെ ഫ്രണ്ട്സുമായിട്ടാണെങ്കിൽ അവൻ ഭയങ്കര ക്ലോസുമാണ്, അവരൊരിക്കലും അവനെ പറ്റിക്കൊന്നുമില്ല. ഏതായാലും ഇരിക്കട്ടെ. വാഹനം വാങ്ങാനായി 45,000 രൂപ അന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഹേമന്തിന്റെ മാതാപിതാക്കൾ ഹേമന്തിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഹേമന്ത് സ്കൂളിലേക്ക് പുറപ്പെട്ടു. മാതാപിതാക്കൾ സന്തോഷമായി. അവൻ മടങ്ങി വരുമ്പോൾ ഇനി ബൈക്കിലാണ് വരിക. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും അവന് സ്വന്തമായിട്ടൊരു വാഹനമാവുമല്ലോ. ഇനി സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ ആരുടെയും സഹായം തേണ്ട. സ്കൂളാണെങ്കിൽ കുറച്ചധികം ദൂരത്തുമാണ്, അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വാഹനമായി അവന് സ്വന്തമായിട്ട് പോകാം. ഇങ്ങനെ ഓരോ കണക്കുകൂട്ടലായിരുന്നു ആ മാതാപിതാക്കൾ. അങ്ങനെ എന്തായാലും ഹേമന്ത് സ്കൂളിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം ഏകദേശം 6 മണിയോടടുത്ത് സമയമായി. ഹേമന്ത് ഇത്രയും സമയമായിട്ടും സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. ആ മാതാപിതാക്കൾക്ക് അല്പം ആശങ്കയായി. വാഹനം എടുക്കാൻ പണം കൊടുത്തതാണ്, ഇനി വാഹനം എടുത്ത് വഴി വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ, ഹോസ്പിറ്റലിൽ ആരെയും കൊണ്ടുപോയോ, ഇത്തരം സ്വാഭാവികമായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മുടെ സോക്കോൾഡ് മാതാപിതാക്കൾക്കുണ്ടല്ലോ. ആ ചിന്ത തന്നെയായിരുന്നു ഹേമന്തിന്റെ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നത്. ഏതായാലും രാത്രി ഒരു 8 മണി വരെ വെയിറ്റ് ചെയ്ത് നോക്കാം എന്ന രീതിയിൽ അവർ വീണ്ടും കാത്തിരുന്നു. ചെറുപ്പക്കാരല്ലേ, ചിലപ്പം പുറത്തെവിടെയും കടങ്ങാൻ പോയിട്ടുണ്ടാവും, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ കൂടി ഒരു വാഹനമൊക്കെ എടുത്തല്ലേ, ചിലപ്പോൾ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ എവിടെയും കൂട്ടുകാരോടൊത്ത് പോയി കാണും എന്നുള്ള ധാരണയിൽ ഒരു 8 മണി വരെ ഹേമന്തിന്റെ മാതാപിതാക്കൾ കാത്തിരുന്നു. 8 മണി കഴിഞ്ഞ്, 9 കഴിഞ്ഞ്, 10 കഴിഞ്ഞ്, 11 കഴിഞ്ഞ്, ഏകദേശം രാത്രി 12 മണിയായി. ഇതുവരെ രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട ഹേമന്ത് തിരികെ വന്നിട്ടില്ല. മാതാപിതാക്കളുടെ ആദി 10 ഇരട്ടിയായി. അവർ അന്വേഷിക്കാൻ ഇനി ഒരു ഇടം ബാക്കിയില്ല, അവർ പോയി നോക്കാൻ ഇനി ഒരു സ്ഥലം ബാക്കിയില്ല. എല്ലായിടത്തും അരിച്ചു പെറുക്കി. പക്ഷേ ഹേമന്തിനെ കുറിച്ച് മാത്രം ഒരു വിവരം ലഭിച്ചില്ല. എന്തായാലും പിറ്റേ ദിവസം രാവിലെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം എന്ന സ്വാഭാവികമായിട്ടുള്ള നടപടിക്ക് അവർ തയ്യാറായി. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യം പോലീസുകാരോട് പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു, കേവലം 17 വയസ്സ് പ്രായമുള്ള ഒരു മകനെ ഇരുചക്രവാഹനം വാങ്ങിച്ചു കൊടുത്ത നിങ്ങളെയൊക്കെ എന്താണ് ഞാൻ പറയേണ്ടത് എന്ന രീതിയിൽ പോലീസുകാര് വളരെ വലിയ രീതിയിൽ മാതാപിതാക്കളോട് രോക്ഷാകുലരായി. മാതാപിതാക്കൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, ഉദ്യോഗസ്ഥർ പറഞ്ഞതിൽ കാര്യമുണ്ട്, കേവലം 15-17 വയസ്സേ ആയിട്ടുള്ളൂ, ഇത്ര നേരത്തെ ഇരുചക്രവാഹനം വാങ്ങി കൊടുക്കേണ്ടില്ലായിരുന്നു എന്ന് അവർക്ക് അപ്പോഴാണ് തോന്നിയത്. എന്തായാലും അവർ പരാതി നൽകി. അന്വേഷിക്കാമെന്ന് ഉറപ്പ് പോലീസിൽ നിന്ന് ലഭിച്ചു.
അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവർക്ക് പരിചയമുള്ള രണ്ട് മുഖം പുറത്തു നിൽക്കുന്നു. അത് ഹേമന്തിന്റെ കൂട്ടുകാരായ ഹൃതിക്കിന്റെ മാതാപിതാക്കളായിരുന്നു. അവർ തമ്മിൽ കണ്ടു. അവർ പറഞ്ഞു, എന്താണ് നിങ്ങളിവിടെ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അപ്പോഴാണ് ഹൃതിക്കിന്റെ മാതാപിതാക്കൾ ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞത്. ഹൃതിക്കിനെ ഇന്നലെ മുതൽ കാണാനില്ല. ഹൃതിക്കിന്റെ മാതാപിതാക്കൾ ഹേമന്തിന്റെ മാതാപിതാക്കളോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ഇവിടെ? ഹേമന്തിന്റെ മാതാപിതാക്കൾ പറഞ്ഞു, ഹേമന്തിനെയും ഇന്നലെ മുതൽ കാണാനില്ല. രണ്ട് കൂട്ടുകാരെ കാണാതായിരിക്കുന്നു. അവർ മൊത്തം 5 സംഘങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ള 3 പേരെയും കാണാതായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ സംഘം ചേർന്ന് ഇവർ എങ്ങോട്ടെങ്കിലും പോയതാണോ എന്നുള്ള രീതിയിലൊക്കെ സംശയം അവർക്കുണ്ടായി. എന്തായാലും ഹൃതിക്കിന്റെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ അകത്തേക്ക് ചെന്നിട്ട് അവിടെ അവര് പരാതി പറഞ്ഞു. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിച്ചത്. രണ്ടുപേരെയും കാണാതായത് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതലാണ്. സ്വാഭാവികമായിട്ടും പോലീസിന്റെ ആദ്യ അന്വേഷണം സ്കൂളിലേക്ക് തന്നെയായിരുന്നു. സ്കൂളിൽ കാര്യങ്ങൾ അന്വേഷിച്ച പോലീസ് സ്കൂളിൽ നിന്ന് ലഭിച്ച വിവരം ഇവർ 5 പേരും പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ വരുന്ന ആളുകളെ അല്ല എന്നായിരുന്നു. സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും വഴിയിലിരുന്ന് മദ്യപിക്കുകയും വാഹനത്തിൽ കറങ്ങുകയും കഞ്ചാവ് വലിക്കുകയും ചെയ്യുന്ന ഒരു തല തെറിച്ച 5 പിള്ളേരായിരുന്നു ഈ 5 പേരും എന്നാണ് പോലീസിന് സ്കൂളിൽ നിന്ന് ലഭിച്ച വിവരം. പോലീസ് ഞെട്ടിപ്പോയി. സർക്കാർ ഉദ്യോഗസ്ഥരായ രക്ഷിതാക്കളുടെ മകൻ ഇത്തരത്തിലോ? അന്നത്തെ കാലത്ത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ അത്ഭുതം ഉണ്ടാകുന്ന ന്യൂസ് ആയിരുന്നു. അങ്ങനെയൊക്കെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ബാക്കിയുള്ള 3 ഫ്രണ്ട്സിനെ കൂടി പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പോലീസ് ലോകേഷിനെയും സാംസണെയും ഹണി ദുബെയെയും ചോദ്യം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹണി ദുബെ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞത്. സർ, അന്നേ ദിവസം ഞാനും ഹൃതിക്കും ഹേമന്തും ചേർന്ന് ബൈക്ക് നോക്കാനും വാങ്ങാനുമായിട്ട് ബൈക്കിന്റെ ഷോറൂമിൽ പോയിരുന്നു. പെട്ടെന്ന് ടൗണിൽ എത്തിയ സമയത്ത് ഹേമന്തിനെയും ഹൃതിക്കിനെയും പെട്ടെന്ന് കാണാതായി. ഞാൻ ഒരുപാട് സമയം അവരെ തെരഞ്ഞ് ടൗണ് മൊത്തം കറങ്ങി, പക്ഷെ എനിക്ക് അവരെ കണ്ടെത്താനായില്ല. അവസാനം മടുത്തപ്പോഴാണ് ഞാൻ മടങ്ങി വന്നത്. ഇതായിരുന്നു ഹണി ദുബെ പോലീസിന് കൊടുത്ത വിശദീകരണം. അങ്ങനെ പോലീസിന്റെ ബഹളവും കാര്യങ്ങളൊക്കെ സ്കൂളിന് സമീപത്തുള്ള ഒരു ജ്വല്ലറിക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സ്കൂളിൽ പതിവായിട്ട് പോലീസ് ഇങ്ങനെ വരുന്നത്? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ജ്വല്ലറിക്കാരന് സംശയം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ജ്വല്ലറിയുടെ തൊട്ടപ്പുറത്തുള്ള ബേക്കറിക്കാരൻ ജ്വല്ലറിക്കാരനോട് പറഞ്ഞത്, ആ സ്കൂളിൽ നിന്ന് 2 കുട്ടികളെ കാണാതായിരിക്കുന്നു. ഏതാണ് കുട്ടികൾ എന്ന് അന്വേഷിച്ചപ്പോൾ ജ്വല്ലറിക്കാരൻ ഞെട്ടിപ്പോയി. കാരണം കഴിഞ്ഞ ദിവസം ജ്വല്ലറിയിൽ വന്ന് 25,000 രൂപയുടെ ഒരു മോതിരം വാങ്ങിയിട്ടാണ് ഹേമന്ത് പോയത് എന്നുള്ളത് ജ്വല്ലറിക്കാരന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്തായാലും ജ്വല്ലറിക്കാരൻ ഈ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് ജ്വല്ലറിക്കാരനോട് ചോദിച്ചു, ആർക്ക് എന്ത് എന്ന് പറഞ്ഞിട്ടാണ് ഹേമന്ത് നിങ്ങളെ കയ്യിൽ നിന്ന് കമ്മല് വാങ്ങിയത്? അപ്പൊ ജ്വല്ലറിക്കാരൻ പറഞ്ഞു, സാറേ പിള്ളേരല്ലേ, സാമൂഹിക്ക് വേണ്ടി ആയിരിക്കാം എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അതേ എന്നാണ് അവിടെ പറഞ്ഞത്. അതായത് 45,000 രൂപ ബൈക്ക് വാങ്ങാൻ വീട്ടിൽ നിന്ന് ക്യാഷ് ഒപ്പിച്ച് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ട ഹേമന്ത് 25,000 രൂപയ്ക്ക് സ്കൂളിന് സമീപത്തുള്ള ഒരു ജ്വല്ലറിയിൽ നിന്ന് ഈ വിവരം ഹേമന്തിന്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ഹേമന്തിന്റെ വീട്ടുകാർ പറഞ്ഞു, ഈ പറയുന്നത് പച്ചക്കള്ളമാണ്, ഞങ്ങളുടെ കുട്ടിക്ക് അത്തരത്തിൽ ആരുമായും യാതൊരു ബന്ധവുമില്ല എന്ന് ആ വീട്ടുകാർ തറപ്പിച്ചു പറഞ്ഞു. എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഹേമന്തിന്റെ പിതാവിനെ ഒരു ദിവസം ഒരു ഫോൺ കോൾ വരുന്നത്. നിങ്ങളുടെ മകൻ ഹേമന്ത് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാൻ തയ്യാറാണെങ്കിൽ അവനെ ഞങ്ങൾ വിട്ടേക്കാം. അല്ലാത്ത പക്ഷം പോലീസിലോ മറ്റോ അറിയിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അവനെ കൊന്നുകളയും. ഇതായിരുന്നു പിതാവിന്റെ ഫോണിലൂടെ ലഭിച്ച വിവരം. കൂടുതൽ സംസാരിക്കാൻ വിളിച്ച ആൾ തയ്യാറായില്ല. ഫോൺ ഉടൻ കട്ട് ചെയ്തു. പക്ഷേ ഭീഷണിക്കാരന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാൻ ആ സർക്കാർ ഉദ്യോഗസ്ഥനായ പിതാവ് തയ്യാറില്ലായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ പോലീസിൽ പോയി ഈ വിവരം അറിയിച്ചു. അങ്ങനെ എന്തായാലും വിളി വന്ന നമ്പർ എടുത്തിട്ട് പോലീസ് അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പോലീസിന് ഒരു ലൊക്കേഷൻ കിട്ടി. അതൊരു വനമേഖലയായിരുന്നു. വനമേഖലയിൽ എത്തിയ പോലീസ് തിരച്ചിലിന്റെ ഭാഗമായി വനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ തിരയുന്നതിനിടക്കാണ് പോലീസ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. മനസ്സ് മരവിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. കത്തിക്കരിഞ്ഞു വെണ്ണീറായി കിടക്കുന്ന മനുഷ്യന്റെ അസ്ഥികൾ. ഇതായിരുന്നു പോലീസ് കണ്ട കാഴ്ച. പോലീസ് ആകെ നടുങ്ങിപ്പോയി. ഇത്ര ദുരൂഹമായ സ്ഥലത്ത്, ഇത്ര ഒരു വനപ്രദേശത്ത് എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന് സ്വാഭാവികമായിട്ടും ക്യൂരിയോസിറ്റി വർദ്ധിച്ചു. അങ്ങനെ പോലീസ് അതിന്റെ സാമ്പിൾ എടുത്ത് DNA പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചു. DNA പരിശോധനയിൽ നിന്നാണ് ആ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ
ഹൃതിക്കിന്റെയും ഹേമന്തിന്റേതുമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. DNA പരിശോധന ഫലം വന്നതോടുകൂടി പോലീസ് ആ കാര്യം സ്ഥിരീകരിച്ചു. കത്തിക്കരിഞ്ഞ എല്ലിൻ കഷ്ണങ്ങൾ ഹേമന്തിന്റേതും ഹൃതിക്കിന്റേതുമാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമായിരുന്നു അത്. എന്താണ് ഇരുവർക്കും ആ വനത്തിനകത്ത് വെച്ച് സംഭവിച്ചത്? സ്കൂളിലേക്ക് പുറപ്പെട്ട ആ കുട്ടികൾ എങ്ങനെയാണ് ആ വനപ്രദേശത്തെത്തിയത്? അനവധി ചോദ്യങ്ങളാണ് പോലീസിന് മുന്നിലുള്ളത്. അങ്ങനെ ആ 5 അംഗ സുഹൃത്ത് സംഘത്തിലെ 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ബാക്കി 3 പേരും ഏറെ ഭയത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 പേരിൽ നിന്ന് ഒരാളെ പെട്ടെന്നൊരു ദിവസം കാണാതാവുന്നു. ലോകേഷിനെയാണ് പെട്ടെന്നൊരു ദിവസം കാണാതായത്. വൈകാതെ തന്നെ ലോകേഷിന്റെ മൃതദേഹം കഴുത്തറക്കപ്പെട്ട രീതിയിൽ പുഴയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പോലീസിന് കൂടുതൽ തലവേദനയാണ്. പോലീസ് ശരിക്കും ബുദ്ധിമുട്ടി. എന്താണ് ആ സ്കൂളിലെ ആ 5 അംഗ സംഘത്തിലെ 3 പേർക്ക് സംഭവിച്ചത് എന്ന് ചകിതരായി. അങ്ങനെ പോലീസ് മറ്റു 2 പേരെയും സാംസണോടും ഹനീദുബയോടും മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ 2 പേരും നന്നായി സൂക്ഷിക്കണം. നിങ്ങൾ 5 പേരിൽ 3 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്തായാലും സാംസണും ഹനീദുബയും ഏറെ ഭയത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇനി കൊല്ലപ്പെടുമോ എന്ന ഭയത്താൽ വിറച്ചുപോയ സാംസൺ ഒളിവിൽ പോകാൻ തീരുമാനിച്ചു. ഒടുവിൽ വിദൂരത്തുള്ള ഒരു ലോഡ്ജ് മുറിയിൽ നിന്ന് സാംസണെ പോലീസ് പിടികൂടി. സാംസണെ വിശദമായി ചോദ്യം ചെയ്യപ്പോൾ രക്തം മരവിപ്പിക്കുന്ന കൊടും ചതിയുടെ കഥകളാണ് പുറത്തോട്ട് വന്നത്. സാംസൺ പോലീസിനോട് പറഞ്ഞു, സാറേ, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. 45,000 രൂപയുമായി സ്കൂളിലേക്ക് വന്ന ഹേമന്തിന്റെ കയ്യിലെ ആ കാശിലായിരുന്നു ഹനീദുബെ എന്ന ചെക്കന് നോട്ടം. ബൈക്ക് വാങ്ങാനെന്ന വ്യാജേനെ ഹേമന്തിനെയും ഹൃതിക്കിനെയും കൂട്ടി ടൗണിലേക്ക് പുറപ്പെട്ട ഹനീദുബെ വഴിയിൽ വെച്ച് 3 പേരും മദ്യപിച്ച് ലെക്ക് കെട്ട ഹേമന്തിന്റെ തലക്ക് മദ്യകുപ്പിക്കൊണ്ട് കൊലപ്പെടുത്തി. ഈ കൊലപാതകം നേരിൽ കണ്ട ഹൃതിക്ക് ഭയന്നുപോയി. അവൻ ഓടി ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹനീദുബെ എന്ന ക്രൂരനായ ചതിയനായ ആ സുഹൃത്ത് ഹൃതിക്കിനെ പിന്തുടർന്നു അവനെയും കൊലപ്പെടുത്തി. കാരണം അവൻ ജീവിച്ചിരുന്നാൽ ഈ കൊലപാതകത്തിന്റെ സാക്ഷിയാകുമെന്നുള്ള സാമാന്യ ബോധം ഹനീദുബയ്ക്ക് ഉണ്ടായിരിക്കണം. പിന്നീട് ഈ രഹസ്യം അവൻ പങ്കുവച്ച ലോകേഷിനെയും ഹനീദുബെ കൊന്നു. കഴുത്തറത്തുകൊണ്ടായിരുന്നു ലോകേഷിനെ ഹനീദുബെ കൊന്നത്. അങ്ങനെ പണത്തോടുള്ള തീർത്താൽ തീരാത്ത ആർത്തി 3 ജീവനുകൾ കവർന്നു. എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാംസൺ പറഞ്ഞ ഈ മൊഴിയിൽ ഏറ്റവും പോലീസിനെ ഞെട്ടിപ്പിച്ച കാര്യം ഇതല്ലായിരുന്നു. ഈ കൊടും കൊലപാതകങ്ങൾ നടത്തിയ ഹനീദുബയ്ക്ക് കട്ട സപ്പോർട്ടുമായി കൂടെ ഒരാളുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഹനീദുബയുടെ അമ്മ തന്നെയായിരുന്നു അത്. മകൻ ചെയ്ത എല്ലാ കൊലപാതകങ്ങളെ കുറിച്ചും വ്യക്തമായ വിവരമുണ്ടായിരുന്നിട്ടും മകനെ തിരുത്താനല്ല, മറിച്ച് തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു ആ പരട്ടത്തള്ള ശ്രമിച്ചിരുന്നത്. നേരത്തെ ആ സ്വർണ്ണക്കടക്കാരൻ പറഞ്ഞ 2 കമ്മലുകൾ ഉണ്ടല്ലോ, 25,000 രൂപ കൊടുത്ത് ഹേമന്ത് വാങ്ങി എന്ന് പറയപ്പെടുന്ന ആ 2 കമ്മലുകൾ പോലീസ് കണ്ടെത്തിയത് ഈ ഉണക്കത്തള്ളയുടെ കയ്യിൽ നിന്നായിരുന്നു. മൃതദേഹങ്ങൾ വെട്ടി കഷ്ണങ്ങളാക്കാനും അത് കത്തിക്കാനും അസ്ഥികൾ ഉപേക്ഷിക്കാനും ഹനീദുബെ എന്ന ക്രൂരനായ കണ്ണിൽ ചോരയില്ലാത്ത ചതിയനായ മകന് ധൈര്യം നൽകിയത് അവന്റെ അമ്മ തന്നെയായിരുന്നു. അങ്ങനെ ഹനീദുബയുടെ അമ്മ, സാംസൺ എന്നീ 3 പേരും അറസ്റ്റിലായി. പിന്നീട് കോടതി വിധി വന്നു. ഹനീദുബയ്ക്കും അമ്മയ്ക്കും ഇരട്ട ജീവപര്യന്തമായിരുന്നു ലഭിച്ചിരുന്നത്. സാംസൺ എന്ന ചെറുപ്പക്കാരനെ സാംസണ് 5 വർഷം തടവും. ഒരു ബൈക്ക് മോഹിച്ച് പണവുമായി ഇറങ്ങിയ ഹേമന്ത്, സുഹൃത്തിന് കൂട്ടുപോയ ഹൃതിക്, എല്ലാ സത്യങ്ങളും അറിയുമായിരുന്ന ലോകേഷ്, ഈ 3 കൗമാരങ്ങൾ ചതിയുടെ പടുകുഴിയിൽ വീണ് ജീവിതം ഇല്ലാതായി. മാത്രമല്ല, പണത്തിനു വേണ്ടി സ്വന്തം മകനെ പോലും കൊലയാളിയാക്കാൻ മടിയില്ലാത്ത, പണത്തിനു വേണ്ടി എന്ത് നീച പ്രവൃത്തിയും ചെയ്യുന്ന അമ്മ എന്ന പേരുള്ള സ്ത്രീകളെയും ഈ സംഭവം ചരിത്രത്തിൽ അടയാളപ്പെടുത്തി. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.